Hi everyone, this is Yabin from Evika. 2026 തുടങ്ങുമ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു പ്ലാൻ ആയിരിക്കും പ്രൊഡക്റ്റീവായിട്ട് ലൈഫ് കൊണ്ടുപോകണമെന്ന് അല്ലേ. ഞാനും അത് റെസൊല്യൂഷനായിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു കറക്റ്റ് പ്ലാനിങ് ആണ് അല്ലേ, ഒരു സ്ട്രക്ചർ വേണം. ഇതിന് നമ്മുടെ ഐഫോൺ തന്നെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതും മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ആപ്പിൾ കലണ്ടേഴ്സ് എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കുറേയധികം കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്യാനും അതോടൊപ്പം അതിൻ്റെ ബാക്കി എല്ലാ ഫോളോ അപ്സും ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കലണ്ടർ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലെ എൻലെസ് പോസിബിലിറ്റീസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് തരാം. സോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഇതേപോലെ അടിപൊളി ഐഫോണിൻ്റെ വീഡിയോസും മാക്കും എല്ലാ ആപ്പിൾ എക്കോസിസ്റ്റത്തിൻ്റെ കാര്യമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു കൊല്ലം 2026 നമുക്ക് 1 million ആണ് അച്ചീവ് ചെയ്യേണ്ടത്. സോ ഇപ്പം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് യബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ ട്രിക്കാണ് മൾട്ടിപ്പിൾ കലണ്ടർ അക്കൗണ്ട് എന്ന് പറയുന്നത്. നേരെ നമ്മുടെ കലണ്ടർ ആപ്പ് എടുക്കാം. ഇവിടെ കുറേയധികം ഇവൻറ്റ്സും അതോടൊപ്പം റിമൈൻഡേഴ്സും കാണാൻ പറ്റും. ആൻഡ് ഓരോന്നിനും ഓരോ കളേഴ്സാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ കളേഴ്സും എൻ്റെ ഓരോ അക്കൗണ്ട്സാണ് ഞാൻ കളർ ചെയ്തിട്ട് സിങ്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റെഡ് ഇപ്പോൾ എൻ്റെ ഷൂട്ടും ബാക്കി പേർപ്പസ് ആണെങ്കിൽ, ഗ്രീൻ എൻ്റെ പേഴ്സണൽ പേർപ്പസ് ആയിരിക്കും, പിങ്ക് എനിക്ക് വേറൊരു കാര്യത്തിനായിരിക്കും. ഇതേപോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് നമുക്ക് കലണ്ടർ സെറ്റിങ്സിലേക്ക് പോകാം. കലണ്ടർ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് കലണ്ടർ അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ടാപ്പ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പുതിയ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഐക്ലൗഡ്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, യാഹു ആൻഡ് എക്സെട്ര കുറേയധികം അക്കൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനി പേർപ്പസിന് നിങ്ങൾക്ക് യാഹു ആയിരിക്കാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയിരിക്കാം. ഈ ഓരോ കമ്പനി പേർപ്പസും ആപ്പിളിലേക്ക് സിങ്ക് ചെയ്യാൻ അക്കൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ കലണ്ടറിലേക്ക് പോയാൽ ഇതേപോലെ കളർ ഡിനോട്ട് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ജസ്റ്റ് ഞാനിവിടെ ഒരു പുതിയ കലണ്ടർ ആഡ് ചെയ്യാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ വർക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കലണ്ടർ ഓപ്ഷനിൽ ഇവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ ജിമെയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു വർക്ക് ഉണ്ട്, അതോടൊപ്പം ആപ്പിൾ കലണ്ടർ ഉണ്ട്. ആൻഡ് എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് അത് ഈ പറഞ്ഞ കളർ ഓപ്ഷൻസിൽ ഡിനോട്ട് ചെയ്ത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് റിമൈൻഡർ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലങ്ങൾ വരെയും നമുക്ക് റിമൈൻഡർ ആപ്പും കലണ്ടർ ആപ്പും 2 എക്സ്ട്രാ അല്ലെങ്കിൽ 2 അഡീഷണൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പോൾ അതൊരു സിംഗിൾ ആപ്ലിക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കലണ്ടർ ആപ്പിൽ ഇന്ന് റിമൈൻഡേഴ്സും ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പൊക്കത്ത് കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യാം. ഇവൻറ്റ് ആൻഡ് റിമൈൻഡർ എന്നുള്ള 2 ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. റിമൈൻഡർ സെറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ് ബൈ വെജീസ് എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം, അതോടൊപ്പം ടൈം സെലക്ട് ചെയ്യാം. എന്തെങ്കിലും റിപ്പീറ്റ് വേണമെങ്കിൽ അത് റിപ്പീറ്റ് സെലക്ട് ചെയ്യാം. ലിസ്റ്റും ഡീറ്റെയിൽസും മോർ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ റിമൈൻഡേഴ്സും ഇനി മുതൽ കലണ്ടർ ആപ്പിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് ടൈം സോൺ ഓവർറൈഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു കലണ്ടേഴ്സിൽ ഫുള്ള് സെറ്റ് ചെയ്യുന്ന ഓരോ ഇവൻറ്റും എൻ്റെ നാട്ടിൽ ഞാൻ ഈ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫോൺ കൊണ്ട് നേരെ യു എസിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ടൈം സോൺ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഫുൾ ചാർട്ടും പ്ലാനും ആ ഒരു ടൈം സോൺ അനുസരിച്ച് നേരെ ചേഞ്ച് ആവും. അത് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എൻ്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് എനിക്ക് വീഡിയോസ് റിലീസ് ചെയ്യണം, എനിക്ക് മീറ്റിങ്സ് കൂടണം എന്നാണെങ്കിൽ ജസ്റ്റ് ഞാൻ നമ്മുടെ ഈ ഒരു കലണ്ടർ സെറ്റിങ്സിലേക്ക് പോവാണ്. കലണ്ടർ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ടൈം സോൺ ഓവർറൈഡ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ടൈം സോൺ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഷിക്കാഗോ എന്ന് സെർച്ച് ചെയ്യാണ്. ഷിക്കാഗോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ ടൈം സോണായിട്ട് ഇത് സെറ്റ് ആവും. സോ ഇനി എൻ്റെ കലണ്ടർ ഫുള്ള് ഫെച്ച് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ടൈം അനുസരിച്ചായിരിക്കും മാറാൻ പോകുന്നത്. ഇതേപോലെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം സോൺ ഓവർറൈഡ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളുടെ ടൈമും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് ഓൾട്ടർനേറ്റീവ് കലണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കലണ്ടർ ആപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കലണ്ടർ മാത്രമാണ് വന്നിരിക്കുന്നത്. ഒരു വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇവൻറ്റ്സുകളോ ഒന്നും കാണിക്കുന്നില്ല. അതിന് ഒരു ഓൾട്ടർനേറ്റീവ് കലണ്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ
നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ ഓൾട്ടർനേറ്റീവ് കലണ്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ചൈനീസ്, അതേപോലെ ഗുജറാത്തി, ഹീബ്രു ആൻഡ് ഏറ്റവും അൾട്ടിമേറ്റ്ലി മലയാളം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് മലയാളം എന്ന് വെച്ചാൽ മലയാള മാസം നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓൾട്ടർനേറ്റീവ് കലണ്ടർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ധനു എന്നുണ്ട്, താഴത്തെ മകരം, അതോടൊപ്പം കുംഭം. ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മലയാള മാസം കൂടെ കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഓൾട്ടർനേറ്റീവ് കലണ്ടർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അടുത്തൊരു ഹിഡൻ ട്രിക്ക് ആണ് ഡിഫോൾട്ട് കലണ്ടർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ കലണ്ടർ ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി നേരെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് കലണ്ടർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് തൊട്ട് താഴത്ത് ഒരു ആഡ് ന്യൂ കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടും അതോടൊപ്പം കലണ്ടർ നെയിമും നമുക്ക് സെലക്ട് ചെയ്യാം. എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഡിഫോൾട്ട് കലണ്ടറായിട്ട് എവിക്ക മാറ്റി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സിറി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ സ്പോട്ട് സെർച്ചിൽ കൂടെ ഒക്കെ സെർച്ച് ചെയ്ത് ഞാൻ ഇവൻ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡിഫോൾട്ട് കലണ്ടറിലേക്കായിരിക്കും പ്രയോറിറ്റി ആദ്യം പോകുന്നത്. അതിനുശേഷമായിരിക്കും എനിക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് ട്രാവൽ ടൈം എന്ന് പറയുന്നത്. നേരെ കലണ്ടർ എടുക്കാം, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാനൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ട്രാവൽ US എന്നിട്ടു തൊട്ട് താഴത്തെ ലൊക്കേഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ഷിക്കാഗോ എന്ന് കൊടുക്കുകയാണ്. ഷിക്കാഗോ കൊടുത്തു, ഇലിനോയ്സ്, അത് സെലക്ട് ചെയ്തു. താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ടൈം ആൻഡ് അലേർട്ട്സ് ഉണ്ടാവും. ഇവിടെ ട്രാവൽ ടൈം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എത്ര നേരമാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത്, എത്ര മണിക്കൂറാണ്, അല്ലെങ്കിൽ എത്ര നേരത്തിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ എത്തണം എന്ന് കൊടുക്കാം. അതോടൊപ്പം അലേർട്ടിൽ നിങ്ങൾക്ക് ടൈം ടു ലീവ് എന്ന ഓപ്ഷനും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ടൈം സെറ്റ് ചെയ്യുമ്പോൾ എത്ര നേരത്തിന് നമുക്ക് അവിടെ എത്താൻ പറ്റും, എത്ര നേരം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആപ്പിൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ട്രാവലിംഗ് ഗൈഡ് ലഭിക്കുകയും ചെയ്യും. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് നിങ്ങൾക്ക് സിറി ഉപയോഗിച്ചുകൊണ്ട് ഇനി അപ്കമിംഗ് ആയിട്ട് വരുന്ന കലണ്ടേഴ്സും ബാക്കി സ്കെഡ്യൂൾസും അറിയാൻ പറ്റും. നമുക്ക് ജസ്റ്റ് സിറിനെ വെക്ക് ചെയ്യാം. എയർപോർട്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഐഫോണിൽ തന്നെ ആയിക്കോട്ടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്കമിംഗ് സ്കെഡ്യൂൾസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് UI എന്ന് പറയുന്നത്. ഈ ഒരു കലണ്ടർ ആപ്പിൽ കുറേയധികം മെസ്സി ആയിട്ടും അതോടൊപ്പം കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടാണ് കലണ്ടർ ആപ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേയധികം ഇവൻറ്റ്സുകളും കളർ കോഡിങ്ങും ഉണ്ട്. ജസ്റ്റ് ഞാനിതേപോലെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതേപോലെ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ചെറിയ ഡോട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം വലുതാക്കാം. അതേപോലെ നമുക്ക് എൻലാർജ് ചെയ്യാം. ജസ്റ്റ് എൻലാർജ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ അതൊന്നും കൂടെ വലുതായിട്ടുണ്ട്. ഒന്നും കൂടെ സ്ട്രെച്ച് ചെയ്യാം. അത് നന്നായിട്ട് വലുതായിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ വലിയ മാറ്റേഴ്സും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇത് വേറെ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് ഉണ്ട്, സ്റ്റാക്ക് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാം. അതോടൊപ്പം ലിസ്റ്റ് വ്യൂ കൊടുക്കാം. ലിസ്റ്റ് വ്യൂ എന്നാണെങ്കിൽ നമുക്ക് സെലക്റ്റഡ് ഡേറ്റ്സിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും പറ്റും. സോ ഇതേപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങളുടെ ആപ്പിൾ കലണ്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡേഴ്സും അതോടൊപ്പം ഇവൻറ്റ്സും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും താഴത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലോ അതിൻ്റെ റിപ്ലൈയും അതോടൊപ്പം തന്നെ പുതിയ ഇൻവിറ്റേഷൻസും ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആൻഡ് ഏറ്റവും താഴത്ത് കാണുന്ന ഈ ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നം ഏതെങ്കിലും കലണ്ടേഴ്സ് നിങ്ങൾ സിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ അതോടൊപ്പം വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിലോ അതേപോലെ ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നവും നിങ്ങളുടെ ആപ്പിൾ കലണ്ടേഴ്സിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആൻഡ് ഏറ്റവും പൊക്കത്ത് ഈ ഒരു കലണ്ടർ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇതേപോലെ ഒരു ഫുൾ കലണ്ടർ ഓപ്ഷൻസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു കലണ്ടർ ആപ്പിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ലൈഫിൽ ആപ്പിൾ കലണ്ടേഴ്സ് നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് ഈ കൊല്ലം 1 മില്യൺ ഹിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചാനൽ റെക്കമെൻഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Yebin Xavier signing from Evika.